നാം 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. എല്ലാം നമുക്ക് വേഗത്തിൽ കൈവരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ സംസാരത്തെയും വിവരങ്ങൾ പങ്കിടലിനെയും ബന്ധിപ്പിക്കലുകളെയും എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. ഓൺലൈൻ ഇടങ്ങൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി തന്നെ മാറിയിരിക്കുകയാണ്. ഓൺലൈൻ ലോകത്തെയും യഥാർത്ഥ ലോകത്തെയും തമ്മിൽ സംയോജിപ്പിച്ച ലോകത്തെ നാം കൈക്കുമ്പിളിലേക്ക് ചുരുക്കിയിരിക്കുന്നു. ദൂരം നമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമാകുന്നില്ല. നമുക്ക് ചിത്രങ്ങളും തത്സമയ വിവരങ്ങളും വർത്തമാനങ്ങളും എല്ലാം അപ്പോൾ പങ്കുവയ്ക്കാനാകുന്നു. നാം എവിടെയായിരുന്നാലും കുടുംബത്തോടും സുഹൃത്തുക്കളോടും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനാകുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിയാനും അംഗീകരിക്കാനുമാണ് എല്ലാ കൊല്ലവും ജൂൺ 30-ന് നാം സാമൂഹ്യ മാധ്യമ ദിനമായി ആഘോഷിക്കുന്നത്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബോധവൽക്കരണത്തിനും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ ശേഷിയെക്കുറിച്ച് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആശയവിനിമയം, പരസ്പരം ബന്ധിപ്പിക്കൽ, വിവര കൈമാറ്റം, വ്യവസായം, ലോകമെമ്പാടുമുള്ള സമൂഹം തുടങ്ങിയ മേഖലകളിലെ ആളുകളെ ഒന്നിച്ചു കൂട്ടിയണക്കൽ തുടങ്ങിയ രംഗങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വലിയ മാറ്റത്തിന്റെ ആഘോഷം കൂടിയാണത്. 2010-ൽ മാഷബിളാണ് ആദ്യമായി ജൂൺ 30-ന് സാമൂഹ്യ മാധ്യമ ദിനം സംഘടിപ്പിച്ചത്. ആഗോള ആശയവിനിമയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ചെലുത്തുന്ന പങ്ക് ചൂണ്ടിക്കാട്ടാനായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത്. ആദ്യ സാമൂഹ്യ മാധ്യമമായ 6 ഡിഗ്രീസിന് തുടക്കമിട്ടത് ആൻഡ്രൂ വീൻസ് ആയിരുന്നു. 1977-ലാണ് ഇത് ഓൺലൈനായി നിലവിൽ വന്നത്. ഉപഭോക്താക്കൾക്ക് സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഇതിലൂടെ ബന്ധപ്പെടാൻ സാധിച്ചു. പ്രൊഫൈലുകൾ, ബുള്ളറ്റിൻ ബോർഡുകൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുമായും ഇതിലൂടെ ഇടപെടാനായി എന്നത് ഇതിന്റെ മറ്റൊരു സവിശേഷതയായിരുന്നു. 2001-ൽ ഇത് നിർത്തിയതോടെ ഫേസ്ബുക്ക്, മൈസ്പേസ്, ഫ്രണ്ട്സർ തുടങ്ങിയവ നിലവിൽ വന്നു. ഇവയുടെയൊക്കെ ജനപ്രീതി സമാനമായ ഇന്ന് നാം സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ് തുടങ്ങി മറ്റു പല വെബ്സൈറ്റുകളുടെ ആവിഷ്കരണത്തിന് വഴി തുറന്നു. ആശയവിനിമയം, സാമൂഹ്യ അധിഷ്ഠിത ഉള്ളടക്കങ്ങൾ, ഇടപെടൽ, ഉള്ളടക്കങ്ങൾ പങ്കിടൽ, സഹകരണം തുടങ്ങിയവയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റുകളെയോ ആപ്ലിക്കേഷനുകളെയോ ആണ് സോഷ്യൽ മീഡിയ അഥവാ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് വിശാലാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ പ്രമോഷനും ഉപഭോക്തൃ സേവനങ്ങൾക്കുമായും വ്യവസായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും കുടുംബാംഗങ്ങളുമായി അനായാസം ഇടപെടാനും സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇത് ആശയവിനിമയം ഏറെ ലഘൂകരിച്ചിരിക്കുന്നു. വിദ്യാലയ കാലഘട്ടം കഴിഞ്ഞിട്ട് കാണാത്തവരെയോ അതിനു മുമ്പ് തന്നെ ബന്ധം മുറിഞ്ഞു പോയവരെയോ ഒക്കെ കൂട്ടിയിണക്കാൻ ഇവ സഹായിക്കുന്നുണ്ട്. ഇതിനു പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മെ പ്രാദേശിക ആഗോള വിഷയങ്ങളെ കുറിച്ച് അറിയിക്കുന്നുമുണ്ട്. ഒപ്പം ബന്ധപ്പെടാനുള്ള അവസരവും ഒരുക്കുന്നു. പലരും തങ്ങളുടെ വ്യവസായങ്ങൾ വളർത്താനായി സാമൂഹ്യ മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും സമൂഹത്തിൽ ഇത് വഹിക്കുന്ന പങ്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്.